നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും വേണം, മുത്തുനബിയുടെ തൃപ്തിയും പൊരുത്തവും വേണം. ഇനി വേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, അവരുടെ അനുവാദവും പൊരുത്തവും നിനക്ക് വേണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്നാമത് ആരുടെ അനുവാദം വേണം? പറ പായിപ്പാടൊരു കട തുടങ്ങണമെങ്കിൽ ആദ്യം ആരുടെ അനുവാദം വേണം? നമ്മുടെ വാപ്പ ഉമ്മ. വാപ്പാനോടും ഉമ്മാനോടും പോയി അനുവാദവും പൊരുത്തവും ദുആയും വാങ്ങണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് വാങ്ങാത്തവന്മാരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഖബറിൻ്റെ ചാരത്ത് പോയി പറയാലോ. മരിച്ചുപോയ വാപ്പാടെ ഖബറിൻ്റെ ചാരത്ത് പോയി പറയാമല്ലോ. ഇന്നും എത്രയോ വലിയ സമ്പന്നന്മാർ, അറിയപ്പെടുന്ന വലിയ സമ്പന്നന്മാർ പോലും ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും, എന്തിന് ഒരു യാത്ര പോയാൽ പോലും ഉമ്മാട് പോയി പറയും. എന്തിന് എല്ലാ ദിവസവും വീട്ടിലുണ്ട്, കടയിൽ പോകുമ്പോൾ ഉമ്മ ഞാൻ കടയിൽ പോവാട്ടാ. അല്ല ഭാര്യയോട് പറഞ്ഞില്ലെങ്കിലും ഉമ്മാനോട് പോയി പറയുന്ന മക്കൾ. ഒരു കടയിൽ പോകുമ്പോഴും കച്ചവടത്തിന് പോകുമ്പോഴും ഏത് കാര്യത്തിന് പോകുമ്പോഴും ഉമ്മാനോടും വാപ്പയോടും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകുന്ന മക്കളുണ്ട്. ആ ഒരു വാക്കാ സഹോദര അവൻ്റെ ഏറ്റവും വലിയ ബലവും അവൻ്റെ ഏറ്റവും വലിയ വിജയവും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പോയി കൊത്തുവാള എടുത്തിരിക്കുമ്പോൾ പോയി പറയും ദുആ ചെയ്യട്ടോ, പെട്ട് അവിടെ കിടക്കുന്നുമ്മ, ലക്ഷങ്ങൾ അവിടെ പെട്ടുപോയി ഉമ്മ, നിങ്ങൾ ഉണ്ടെങ്കിൽ ദുആ ചെയ്യുമ്മ തിരിച്ചു കിട്ടാൻ. വേണോ സഹോദര? അതല്ലല്ലോ ചെയ്യേണ്ടത്. ഏത് കാര്യത്തിനും ഭാര്യയോട് പറയും. ഞാനും നിങ്ങളും ഭാര്യയുടെ മുന്നിൽ പോയിരുന്ന മനസ്സ് തുറക്കും. ഉമ്മ അടുത്ത് പറയുവോ? ഉമ്മാനോട് പറയോ? കേൾക്കാതെ ബെഡ്റൂമിന്റെ അകത്തിരുന്നു സംസാരം ഇല്ലേ? നമ്മളെ വിചാരിച്ച് രക്ഷപ്പെടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതൊക്കെ നമുക്ക് നിസാരമാണ്. ഉമ്മാടോട് പോയി പറയാറില്ല. ഭാര്യയോടാണ് പറയുന്നത്, കൂട്ടുകാരോടാണ് പറയുന്നത്. എങ്കിലും പറഞ്ഞാൽ കൂട്ടുകാരനോട് പറഞ്ഞാവൻ പറയും പോകട്ടടാ. ചിലപ്പം ചിരിച്ചുകൊണ്ട് പറയും പോകട്ടെ. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഇവന് കൊത്തുവാളയെടുത്തല്ലോ സന്തോഷമാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ ചാരത്ത് പോയി ഭാര്യയോട് പറയുമ്പോ പറയും, അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ പണിക്ക് പോകല്ലേ എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തും. പക്ഷേ ആ വാക്ക് ഉമ്മാടുക്ക പോയി പറഞ്ഞ മോനെ എല്ലാം ശരിയാകുമടാ, അള്ളാഹു സഹായിക്കും മോനെ, പോയാ പോകട്ടെ, എന്റെ മോൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആ ഒരു വാക്കിന് വല്ലാത്ത തലോടലാ. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ അൽഖമ റളിയല്ലാഹു തആല അൻഹു. പഠിച്ചവനെ, ആ സഹാബികളുടെ ചരിത്രം അറിയാത്ത ആരുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ. പക്ഷേ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സ്വഹാബികൾ അടുത്തു പോവുകയാണ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ചെന്നിട്ട് സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഷഹാദത്ത് കരിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അൽഖമ പറയാ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാവ് പൊങ്ങുന്നില്ല, പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബികളെ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തുനബിയേ
അൽക്കമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അവിടത്തെ നാവ് പൊങ്ങുന്നില്ല നബിയേ. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ 3 ചോദ്യമാണ് ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ചോദിക്കുകയാ, യാ സ്വഹാബാ, അൽക്കമയുടെ സ്വഭാവം എങ്ങനെയാണ്? 5 നേരം നിസ്കരിക്കാറുണ്ടോ സഹാബാ? സക്കറാത്തിന്റെ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നാവ് പൊങ്ങാതെ വന്നപ്പോ മുത്തുനബി ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അൽക്കമ 5 നേരം നിസ്കരിക്കുമെന്നോ എന്നാണ്. 5 നേരം നമസ്കരിക്കുന്ന സ്വഹാബിയാണോ മുത്തുനബിയേ? 5 നേരം നിസ്കരിക്കുന്ന സ്വഹാബിയാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ സഹാബാ? ഉമ്മയോടെങ്ങനെയാണ് അൽക്കമ പെരുമാറുന്നത്? ഉമ്മയോടെങ്ങനെയാണ് പെരുമാറുന്നത്? മുത്തുനബിയേ, അൽക്കമയ്ക്ക് ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാണ്, ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയ്ക്ക് വല്ലാതെ ഖിദ്മത്ത് ചെയ്യുന്ന സ്വഹാബിയാണ്. പക്ഷേ ഉമ്മയ്ക്കൊരേ ഒരു പരാതിയുണ്ട്. ഉമ്മയ്ക്കൊരേ ഒരു പരാതിയുണ്ട്. ചിലപ്പോഴൊക്കെ അൽക്കമയെ കുറിച്ച് ഉമ്മ ഒരേ ഒരു പരാതി പറയാറുണ്ട്. യാ റസൂലല്ലാഹ്, സഹാബത്ത് മുത്തുനബിയോട് പറയുമ്പോ റസൂലുള്ളാഹ് പറയുകയാ, അവിടെന്ന് ചോദിച്ചു എന്ത്? അൽക്കമയുടെ മാതാവ് പറയുന്ന പരാതിയുണ്ട്. ഭർത്താക്കന്മാര്, ഈ നിരന്നിരിക്കുന്ന ഭർത്താക്കന്മാര്, എന്റെ ശബ്ദം കേൾക്കുന്ന, ഈ വാഴ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അൽക്കമ റളിയല്ലാഹു തആല ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയ, ഉമ്മയ്ക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്ന സ്വഹാബിയ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സ്വഹാബിയ, ഉമ്മാനെ പൊന്നുപോലെ നോക്കുന്ന സ്വഹാബിയ, ഉമ്മാനെ തല്ലാത്ത സ്വഹാബിയ. പക്ഷേ അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? ഉമ്മയ്ക്കൊരു പരാതി ഉണ്ടായിരുന്നു. ഉമ്മയ്ക്കൊരു പരാതിയേ ഉള്ളൂ. എന്ത് പരാതി എന്നറിയോ? യാ റസൂലല്ലാഹ്, എന്ത് കാര്യമുണ്ടെങ്കിലും അൽക്കമ ആദ്യം പറയുന്നത് ഭാര്യയോടാണ്. പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മാതാവിന്റെ ഏകയുള്ള പരാതി എന്തെന്നറിയുമോ? അല്ലാഹുവേ, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു, റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ഉമ്മയെ കൊണ്ടുവന്നു. ആ ഉമ്മ പറയുകയാണ്, നബിയേ, ഞാനവന്റെ ഉമ്മയല്ലേ നബിയേ? അവൻ എന്തു ഭക്ഷണം കൊണ്ടുവന്നാലും ആദ്യം അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കും, എന്നിട്ട് എനിക്ക് തരാറുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും ആദ്യം അവന്റെ ഭാര്യയോട് പറയും, പിന്നെ എന്നോട് പറയല്ല നബിയേ. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാനവന്റെ ഉമ്മയല്ലേ നബിയേ? ഇന്നലെ വന്നവളല്ലേ ഇവൾ, അവളോട് പറയണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആദ്യം പരിഗണന നൽകേണ്ടത് എനിക്കല്ലേ നബിയേ? അവൻ എന്നോട് സ്നേഹമില്ല, എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ. ചിന്തിക്കു സഹോദരാ, തല്ലിയതിന്റെ പേരിലല്ല, പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ജന്മം കൊടുത്ത നൊന്ത് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മയോട് ആദ്യം പറയുന്നില്ല എന്ന ഒറ്റ പരാതി, ആദ്യം പറയുന്നില്ല എന്ന ഒറ്റ പരാതി. അല്ലാഹുവേ, ഈ നിരന്നിരിക്കുന്നവരോട് ആ സ്വഹാബി ഉമ്മയോട് പറയും, ഭാര്യയോട് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. ആ മനസ്സ് വേദനിച്ചതിന്റെ പേരിൽ നാവ് പൊങ്ങിയില്ലെങ്കിലോ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഉമ്മയോട്
വാപ്പയോട് പറയാറില്ല, നമ്മൾ ഉമ്മയോട് പറയാറില്ല, ഉമ്മ വെളിയിൽ കാണിക്കാറുമില്ല. വേദനയുണ്ടെങ്കിലും പടച്ചവനെ ഉമ്മ മിണ്ടാതെ നടക്കുകയാ. പിന്നെങ്ങനാ സഹോദരാ നിനക്ക് അപവൃദ്ധി ഉണ്ടാവുക? നീ എങ്ങനെയാ രക്ഷപ്പെടുക? ജന്മം നൽകിയ ഉമ്മയുണ്ടല്ലോ, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. പടച്ചവനെ, നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ ഉമ്മ ഇപ്പോഴും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. മോനെ 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 എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ഉമ്മ. അല്ലാഹുവേ, ലോകത്ത് വേറെ ആര് വിളിച്ചാൽ മോനെ എന്ന്, ഈ ലോകത്ത് എന്നെ ആരൊക്കെ വിളിച്ചാൽ എന്റെ ഉമ്മ വിളിക്കുന്നത് പോലെയാകുമോ? പടച്ചവനെ, എന്റെ ഭാര്യ വിളിച്ചാൽ, എന്റെ മക്കള് വിളിച്ചാൽ, എന്റെ കൂടപ്പിറപ്പ് വിളിച്ചാൽ, എന്റെ കുടുംബക്കാര് വിളിച്ചാലും അല്ലാഹുവേ, തൊലിയൊക്കെ ചുളുങ്ങിയിരിക്കുന്ന രോഗം പിടിച്ച ഉമ്മ മോനെ സിറാജേ എന്നൊന്ന് വിളിച്ചാൽ എന്തൊരു രസമെന്നറിയോ, എന്തൊരു സമാധാനമെന്നറിയോ. നമ്മളിൽ പലരും കൊതിക്കാറുണ്ട് ഉമ്മയൊന്നും മോനെ എന്ന് വിളിക്കാൻ. നമ്മളിൽ പലരും ഇപ്പൊ ഉമ്മ മോനെ എന്ന് വിളിക്കാറില്ല, പല ഉമ്മമാരും മോനെ എന്ന് വിളിക്കാറില്ല. പക്ഷെ ആ വിളിക്കുന്നത് കേൾക്കാൻ വല്ലാത്ത ഒരു കൊതിയ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹാബി ചെയ്ത ഏകവുള്ള പോരായ്മ ഭാര്യയോട് പറഞ്ഞതിന് ശേഷം ഉമ്മാനോട് പറയും, ഭാര്യയ്ക്ക് കൊടുത്തതിന് ശേഷം ഉമ്മായിക്ക് കൊടുക്കും. ഈ ഒറ്റ ഒരു പോരായ്മയുടെ പേരില മരിക്കുന്ന സമയത്ത് നാവ് പൊങ്ങാതിരുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഒറ്റ ചരിത്രത്തിലുണ്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് ഗുണപാഠം. ആരായിരുന്നു? റസൂലുള്ളാഹി തങ്ങളുടെ സഹാബി. അസ്സഹാബി കന്നുജൂം, എൻ്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണെന്ന് മുത്തുനബി പറഞ്ഞ ഉമ്മാടെ ദുആ മതി മക്കളെ നമുക്ക് രക്ഷപ്പെടാം. എടാ, എത്ര കടവും എത്ര നഷ്ടത്തിലാണെങ്കിലും പോയിട്ടൊന്ന് പറ, ഉമ്മാടെ ഒരു വാക്ക് പോരെ. ചില സമയങ്ങളിൽ സ്നേഹം കൂടുമ്പോൾ ഉമ്മ ഒന്ന് പറയാറുണ്ട്. ചില സമയങ്ങളിൽ സ്നേഹം കൂടുന്ന സമയത്ത് ഉമ്മാക്ക് ഇത്തിരി പരിഗണനയൊക്കെ കൊടുക്കുമ്പോൾ ഉമ്മ പറയണ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാ, ഒറ്റ വാക്ക് രക്ഷപ്പെട്ടു പോകും. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഉമ്മാനോട് പോയി പറയാൻ പറയുന്നത്. ഭാര്യയോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ, മക്കളോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ, കൂട്ടുകാരോട് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ. ഉമ്മ ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല. അപ്പോഴും നമ്മളെ സമാധാനിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചരിത്രങ്ങൾ, എത്രയോ വലിയ കൊലകൊമ്പന്മാർ, എത്രയോ വലിയ മഹാന്മാർ ഉമ്മയുടെ ദുആയുടെ മുന്നിൽ, ഉമ്മയുടെ ശാപത്തിന്റെ മുന്നിൽ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതിൻ്റെ മുന്നിൽ തകർന്നുപോയ ചരിത്രങ്ങൾ എത്രയോ കിതാബുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിനകത്ത് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ആരോട് അനുവാദം ചോദിക്കണം? ഉമ്മയോടും വാപ്പയോടും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞ് അവരുടെ അനുവാദവും അവരുടെ ദുആയും മേടിച്ചാൽ നീ ദുനിയാവിലും രക്ഷപ്പെടും, ആഖിറത്തിലും രക്ഷപ്പെടും.